നമ്മൾ ഗൂഗിളിലോ ജെമിനിയിലോ ചാറ്റ് ജിപിടിയിലോ എല്ലായിടത്തും നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നെറ്റിലുള്ള വിവരങ്ങൾ, ഇന്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങൾ, അല്ലെങ്കിൽ AI ആണെങ്കിൽ അത് പഠിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ കയ്യിൽ നമ്മുടേതായ കുറെ വിവരങ്ങൾ, നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിന്റെ, ഗവേഷണത്തിന്റെ, ബിസിനസിന്റെ അങ്ങനെയുള്ള കുറെ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ അതിനെ ഒന്ന് വിശകലനം ചെയ്ത് കിട്ടാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ ഒന്ന് പഠിച്ച് റിപ്പോർട്ടാക്കാൻ, അനലൈസ് ചെയ്യാൻ, അതിൻ്റെ മൈൻഡ് മാപ്പ് തയ്യാറാക്കാൻ ഒക്കെ ഒരാവശ്യമായിട്ട് വരും നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ. അപ്പൊ അതിനു വേണ്ടി സഹായിക്കുന്ന, നമുക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാം. ചാറ്റ് ജിപിടിയിലും ജെമിനിയിലും നമ്മൾ ഇന്നലെ പറഞ്ഞു, പല സ്ഥലത്തും PDF ഫയലുകളും JPG ഫയലുകളും ഒക്കെ അപ്ലോഡ് ചെയ്യാം. അവിടെയെല്ലാം പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ഫയലേ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ 1-2 ഫയലുകൾ അപ്ലോഡ് ചെയ്താലും അതിനകത്ത് ലിമിറ്റ് ഉണ്ട്. ഒരു വലിയ ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ ആദ്യത്തെ കുറച്ച് പേജുകൾ മാത്രമേ ഈ ചാറ്റ് GPT ഒക്കെ പഠിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം താഴോട്ടുള്ള ഭാഗങ്ങൾ, അതായത് ഒരു 100 പേജുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 50 പേജുകൾ വരെയുള്ളത് അത് നോക്കും, അതിൻ്റെ താഴോട്ടുള്ളതൊന്നും നോക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ വലിയ ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെയും വരും. അവിടെ നമുക്ക് PDF ഫയലുകളും ഇമേജ് ഫയലുകളുമാണ് പ്രധാനമായിട്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ അതല്ലാതെ ഉള്ള വേർഡ് ഫയലുകളുണ്ട്, ഗൂഗിൾ ഡ്രൈവിലുള്ള ഫയലുകൾ ഉണ്ടാവും, നോട്ട് പാഡ് ഉണ്ടാവും, ഇതിനു പുറമെ വെബ്സൈറ്റുകൾ ഉണ്ടാവും, യൂട്യൂബുകൾ ഉണ്ടാവും. അങ്ങനെ വിവിധങ്ങളായ വിവരങ്ങളെ നമുക്ക് കൊടുത്തിട്ട് ആ നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ട കൊടുത്ത വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഗവേഷണമോ നോട്ട് തയ്യാറാക്കാലോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റോ ഒക്കെ തയ്യാറാക്കണമെങ്കിൽ അതിന് അങ്ങനെ ഒരു സാധനത്തിന്റെ ആവശ്യമുണ്ടോ? എങ്ങനെയെങ്കിലും പ്രതികരിക്കണം. ഇമോജി ഉപയോഗിച്ചോ ഒക്കെ ഒന്ന് പ്രതികരിക്കണം. തീർച്ചയായിട്ടും ഉണ്ട് സാർ. റിയാക്ഷൻസ് ഉപയോഗിച്ചൊക്കെ ഒന്ന് പ്രതികരിക്കണം. ആരും പ്രതികരിക്കുന്നില്ല. റിയാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഈ സാധാരണ രീതിയിൽ ഈ എഫക്റ്റീവ് ആയ പഠിപ്പിക്കലിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്, റിഫ്ലക്റ്റ് ലേണിംഗ് എന്നാണ് പറയുന്നത്. മൈക്രോ ലേണിംഗ്, റിഫ്ലക്റ്റ് ലേണിംഗ് എന്ന് പറയുന്ന ടീച്ചിങ് മെത്തഡോളജി ആണ് ഏറ്റവും എഫക്റ്റീവായ ടീച്ചിങ് മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ റിഫ്ലക്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നു, കുട്ടികൾ അല്ലെങ്കിൽ പഠിതാക്കൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ, അതായത് അവർക്ക് ചിരിക്കാൻ, കൈയടിക്കാൻ, ചോദ്യം ചോദിക്കാൻ, ശബ്ദം ഉണ്ടാക്കാൻ, സംശയം ആക്റ്റീവായി പ്രതികരിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. അങ്ങനെ ആക്റ്റീവായി പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കുന്ന സ്ഥലത്തുള്ള ലേണിങ്ങിന് മറ്റേത് ലേണിങ്ങിനേക്കാളും വളരെ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഈ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഈ കാണാതെ പഠിച്ചു വയ്ക്കുന്നതല്ല ലേണിംഗ്. ലേണിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ലേണിംഗ് ഈസ് ദ മെഷറബിൾ ചേഞ്ച് ഇൻ ബിഹേവിയർ. നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ലേണിംഗ്. അപ്പൊ പഠിച്ചു കഴിയുമ്പോൾ അത് മെഷറബിൾ ആണ്. അപ്പൊ അത്തരത്തിലൊരു മെഷറബിൾ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ ഈ റിഫ്ലക്റ്റ് ലേണിങ്ങിന് കഴിയുമെന്നാണ് പറയുന്നത്. നമ്മുടെ അതുകൊണ്ട് തന്നെ ഈ ഗൂഗിൾ മീറ്റിലും സൂമിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്.
ആ സംവിധാനങ്ങളൊന്നും ഒക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ പറയുന്നതൊക്കെ വളരെ വിരസമായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ അതിനകത്ത് വളരെ ഗുണകരമായ സാധനങ്ങളല്ല എന്നായിരിക്കും ഞാൻ അനുമാനിക്കുക. അപ്പൊ എന്റെ ഇതിൽ മാത്രമല്ല, എവിടെയും നമ്മൾ റിഫ്ലക്ട് ചെയ്യണം. റിഫ്ലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ക്ലാസ്സുകളൊക്കെ ആക്റ്റീവ് ആവുള്ളൂ, നമ്മളിത് ആക്റ്റീവ് ആവുള്ളൂ. പ്രതികരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയ സാധനമാണ്. ഓക്കെ, പ്രതികരിച്ചു, നന്നായി. ഓക്കെ, ഹലോ, ഓക്കെ 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 ശരി ശരി, ഓക്കെ സാർ. അപ്പോ സന്തോഷം. അപ്പോ നമ്മളിന്ന് ആവശ്യമാണ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് നമ്മുടെ വിവരങ്ങൾ, അത് നമുക്ക് വിവരങ്ങൾ PDF ആരുടെയോ PDF ഫയല് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. PDF ഫയലുകളിലാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ. നമ്മൾ ഏത് ഫയലിനെയും PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് PDF ഫയലുകൾ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ നോട്ട് പാഡ് ഫയൽ, ടെക്സ്റ്റ് ഫയലുകളായിട്ടുള്ളത് അപ്ലോഡ് ചെയ്യാം. വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷനുകൾ വരുന്നത് വീഡിയോയിലാണ്. പുതിയ മറ്റൊരിടത്തും കിട്ടാത്ത പല ഇൻഫർമേഷനുകളും യൂട്യൂബ് വീഡിയോ ആയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഗൂഗിളിന്റെ നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ഒരു AI. നോട്ട്ബുക്ക് സാധാരണ നോട്ട്ബുക്ക് NOTEBOOK ബുക്ക് LM.google.com, notebookLM.google.com, notebookLM.google.com. ഓക്കെ, പ്രതികരിക്കുന്നതാണെന്ന് തോന്നണ. ശരി, താങ്ക് യു. അപ്പൊ നോട്ട്ബുക്ക് എന്തൊക്കെയാണ് അതിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്നത്? അതെ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. notebookLM.google.com ആണ് ആ AI സൈറ്റിന്റെ പേര്. അവിടെ നമുക്ക് ഇതെല്ലാം അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത്, നമ്മൾ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണല്ലോ. നിങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നു, ഒരു ബിസിനസ് പ്രോജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് എന്തൊരു ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആവാം. അതിനെല്ലാം ഉപരി ചിലപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന ഒരു പുസ്തകമാകാം. ഒരു പുസ്തകം തയ്യാറാക്കുന്നു, അതിന് ആ പുസ്തകം തയ്യാറാക്കുമ്പോൾ ആ പുസ്തകത്തിൽ എന്താണ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട കുറെ റെഫറൻസ് മെറ്റീരിയൽ ഉണ്ട്. ആ റെഫറൻസ് മെറ്റീരിയലുകൾ നമ്മൾ റെഫറൊന്നും ചെയ്യണ്ട. ആ കളക്ട് ചെയ്യുന്ന റെഫറൻസ് മെറ്റീരിയലുകൾ എവിടെ അപ്ലോഡ് ചെയ്താൽ മതി? ഈ നോട്ട്ബുക്ക് ML അപ്ലോഡ് ചെയ്യാം. നമ്മൾ സാധാരണ ഒരു കാര്യത്തെക്കുറിച്ച് പുസ്തകം എഴുതുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ പ്രബന്ധം തയ്യാറാക്കുമ്പോഴോ ക്ലാസ് എടുക്കുമ്പോഴോ കുറെ പഠനം നടത്തണം. ഈ പഠനം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ബുക്കുകൾ ശേഖരിക്കും, നോട്ടുകൾ ശേഖരിക്കും, വെബ്സൈറ്റുകളുടെ വെബ്സൈറ്റുകളുടെ ലിങ്ക് അഡ്രസ്സുകൾ ശേഖരിക്കും, യൂട്യൂബ് ചാനലിന്റെ അഡ്രസ്സുകൾ ശേഖരിക്കും. ഇതൊക്കെ ശേഖരിച്ചത് ഓരോന്നായിട്ട് നോക്കി പഠിച്ചാണ് നമ്മൾ പ്രബന്ധങ്ങൾ PhD ഒക്കെ തയ്യാറാക്കുന്നത്. അങ്ങനെയാണ് ആദ്യം ഒരു റിസർച്ച് മെത്തഡോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അതനുസരിച്ച് ആ മെത്തഡോളജിയിൽ നമ്മൾ ഈ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഉള്ള 50ഓളം ഫയലുകൾ, 50ഓളം വിവരങ്ങൾ നോക്കുക. 50 നമ്മൾ ഇതുവരെ 1-2 ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്ന 50ഓളം സൗജന്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും, സൗജന്യമായിട്ട്, ഫ്രീ ആയിട്ട്. ഇനി ഈ നോട്ട്ബുക്ക് MLന്റെ ഒരു പെയ്ഡ് വെർഷൻ ഉണ്ട്. അതില് 500 ഡോക്യുമെന്റ്, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു 100 വെബ്സൈറ്റുകൾ, ഒരു 100 യൂട്യൂബ് ചാനലുകൾ, 10-200 പുസ്തകങ്ങൾ ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ വീണ്ടും നോട്ടുകളെല്ലാം കൂടി 10-100, അങ്ങനെ 500 സോഴ്സ് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം.
സാധാരണ രീതിയിൽ നമ്മൾ PhD ഒക്കെ എടുക്കുമ്പോൾ ഈ 500 പകരം ഒരു 100 സോഴ്സുകൾ പോലും ചിലപ്പോൾ പോയെന്നിരിക്കില്ല ചില PhD വർക്കുകൾ. അപ്പൊ ഒരു PhD വർക്ക് ചെയ്യാൻ ചിലപ്പോ ഒരു 5-6 വർഷം എടുക്കുന്ന കാര്യം ഇവിടെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രബന്ധം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതാണ് ഈ നോട്ട്ബുക്ക് ML. ഇത് നമ്മൾ നോക്കുന്ന ഫ്രീ വെർഷനിൽ പോലും 50ഓളം ഡോക്യുമെന്റുകൾ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു സവിശേഷത നോട്ട്ബുക്ക് ML. ഇത് നിങ്ങൾക്ക് നമ്മളിവിടെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷ എഴുതി ജയിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി എന്നുള്ള ഒരു പഠനമല്ല. ഇവ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടൂളും നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. സാർ ഇത് അപ്ലോഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് സാർ. പറഞ്ഞല്ലോ ഇത് സയൻസ് SCISpage.com അതേപോലെ അതിന്റെ റിസർച്ച് പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന പോലെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ എസൻസ് കിട്ടുമോ അതോ പേപ്പേഴ്സ്? ഞാൻ അതിലേക്ക് വന്നില്ലല്ലോ സാർ. അതിന്റെ ഒരു ആമുഖം പറഞ്ഞ് അതിനെ കൊണ്ട് പറഞ്ഞ് ഓക്കെ, ഞാൻ അതിലോട്ട് ഇത് വന്നില്ല, അത് കാണിച്ചവരും തന്നില്ല, അതിലേക്ക് വരാം നമ്മൾ. ഓക്കെ, എന്തായാലും സൈസ് സ്പേസ് ഒക്കെ സാറ് നോക്കി എന്നുള്ളതിൽ വളരെ സന്തോഷം. അത് ഉപയോഗിച്ച് കാണും. അപ്പോ ഇവിടെ പിന്നെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യും. അത് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയുമായിട്ട് ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കുക, ആലോചിച്ചിട്ട് ഇനി അതിനകത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അല്ലെങ്കിൽ ഇതിനെ ടൈം വേസ്റ്റ് ആക്കണ്ട, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നോക്കുക. ഓക്കെ, ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഗംഭീരൻ സാധനമാണ്, അതിഗംഭീരൻ സാധനമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി നോട്ട്ബുക്ക് ML, ക്ഷമ, നമ്മുടെ നേരത്തെ സംസാരിച്ച സാറൊക്കെ അങ്ങ് ആവേശത്തോടു കൂടി ഇരിക്കുകയാണ് ഇതിനൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോ ഞാൻ നോട്ട്ബുക്ക് ML ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു. ഇത് നമ്മുടെ ഗൂഗിളിന്റെ നമ്മുടെ ടൂളുകളുടെ അവരുണ്ടല്ലോ, ഗൂഗിളിന്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ 3 കുത്ത് വീതമുള്ള 3 ലൈൻ, 9 കുത്തുകൾ. അതായത് ഈ ഇതുപോലെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ നോട്ട്ബുക്ക് ML ഏറ്റവും അവസാനമായിട്ട് കാണാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന വെബ്സൈറ്റ്, അത് ഒന്നുകൂടി ഓർമ്മിക്കാൻ, നോട്ട്ബുക്ക് എല്ലാം .google.com ആണ്. നോട്ട്ബുക്ക് എല്ലാം .com അല്ല, നോട്ട്ബുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഗൂഗിൾ കഴിഞ്ഞിട്ട് ഒരു .com കൂടെ കൊടുക്കണം നോട്ട്ബുക്ക് ML. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ അൺടൈറ്റിൽ നോട്ട്ബുക്ക് നമ്മൾ കണ്ടു. ഇതാണ് അതിന്റെ ഒരു സാധനം. ഇതില് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇതിനകത്ത് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അവിടെ സെറ്റിങ്സ്, ഈ സെറ്റിങ്സിൽ പോയി നമുക്കിത് ഏത് ഭാഷയിലുള്ള ഡോക്യുമെന്റുകളും അപ്ലോഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു, അത് ഇംഗ്ലീഷിലുള്ള ഡോക്യുമെന്റ് ഉണ്ട്, മലയാളത്തിലുള്ള. ഇപ്പൊ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ പല ഭാഷയിലുള്ള ഡോക്യുമെന്റുകൾ വരും. ഇപ്പൊ ഇംഗ്ലീഷിലുള്ള 2 പുസ്തകം, മലയാളത്തിൽ ചിലപ്പോൾ തമിഴിലെ പുസ്തകങ്ങൾ, അതൊക്കെ കൊടുക്കാം. പിന്നെ യൂട്യൂബ് ചാനലിലുള്ള വിവരം, ചില ഫ്രഞ്ച് ഭാഷയിലുള്ള ഒരു യൂട്യൂബ് ആയിരിക്കും നമ്മുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, അത് കൊടുക്കാം. അപ്പൊ അതെല്ലാം നമുക്ക് ഈ വിവിധങ്ങളായ ഭാഷയിലുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത് നമ്മുടെ നമുക്കറിയാവുന്ന ഭാഷയാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ കിട്ടുന്നത്. അപ്പൊ ഇതില് ഏറ്റവും വലിയ ഒരു സവിശേഷത, ഇതിൽ നമുക്ക് മലയാളം ഔട്ട്പുട്ടായിട്ട് കിട്ടുമെന്നുള്ളതാണ്. മലയാള ഭാഷയിൽ നമുക്ക് ഏത് ഭാഷയിലുള്ള ഫയൽ അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ആ ഔട്ട്പുട്ട് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ബട്ടൺ പോവാ. ഈ സെറ്റിങ്സിൽ പോകുമ്പോൾ ഔട്ട്പുട്ട് ലാംഗ്വേജ് എന്ന് കാണാം. ഈ ഔട്ട്പുട്ട് ലാംഗ്വേജ് പോയിട്ട് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ അവിടെ മലയാളം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക, മലയാളം. ഇനി നമുക്ക് ഇംഗ്ലീഷ് ആണ് ഔട്ട്പുട്ട് ലാംഗ്വേജ് ആയിട്ട് വരേണ്ടതെങ്കിൽ അത് ഔട്ട്പുട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ആ സെറ്റിങ്സ് നോക്കുക, സെറ്റിങ്സ് പോയി ഔട്ട്പുട്ട് ലാംഗ്വേജ് മലയാളം ആയിട്ട് സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഔട്ട്പുട്ട് ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഫയലുകളെ അപ്ലോഡ് ചെയ്യണം. ഫയലുകൾ അപ്ലോഡ് ചെയ്യുക, അത് നമ്മൾ സാധാരണമായ രീതി തന്നെയാണ് ഫയലുകൾ അപ്ലോഡ് ചെയ്യുക. ആഡ് സോഴ്സ്
ടു ഗെറ്റ് എന്ന് കാണും. സ്റ്റാർട്ട് വളരെ സിമ്പിളാ. അപ്ലോഡ് സോഴ്സ് എന്നാണ് കാണുന്നത് അല്ലെ? അപ്ലോഡ് സോഴ്സ്. അപ്പൊ അപ്ലോഡ് PDF ഫയൽ എന്നോ അല്ലെങ്കിൽ അപ്ലോഡ് ഗൂഗിൾ ഡോക്ക് എന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെന്നോ വെബ്സൈറ്റിൽ എന്നോ ഒന്നും അല്ല, അപ്ലോഡ് സോഴ്സ് എന്നാണ് കാണുന്നത്. ഞാൻ അപ്ലോഡ് സോഴ്സ് ക്ലിക്ക് ചെയ്തു. അപ്ലോഡ് സോഴ്സ് ഇതാ ഇവിടെ നോക്കുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്, വലിച്ചിടാം. അതാ ഇവിടെ താഴെ കാണുന്നു സപ്പോർട്ടഡ് ഫയൽ ടൈപ്പ്. PDF പറ്റും, ടെക്സ്റ്റ് അതായത് നോട്ട്ബുക്ക് പറ്റും, മാർക്ക് ഡൗൺ, ആഡിയോ പറ്റും, എക്സെട്ര MP3 ഫയലുകൾ വരെ ഒക്കെ ഇതിനകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ചൂസ് ഫയൽ എടുക്കുന്നു. ചൂസ് ഫയലിൽ ഞാൻ ട്രഡീഷണൽ ഫുഡ് എന്നുള്ള ഫയൽ സെലക്ട് ചെയ്യുന്നു, ഒരെണ്ണം. അപ്പൊ ഒരെണ്ണം ആയി അല്ലേ? ഇനി നമുക്ക് ഇതാ ഒരു ഫയൽ കൊടുത്തു. അപ്പൊ ഞാൻ ട്രഡീഷണൽ ഫുഡ് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിലെ ഫയൽ കൊടുത്തപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഇത് മലയാളത്തിൽ കാണുന്നത്. ഇനി നമുക്ക് വീണ്ടും അടുത്ത ഫയൽ കൊടുക്കണം. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? ആഡ് കൊടുത്തു. പിന്നെയും ചൂസ് ഫയൽ, ഞാൻ ഫുഡ് കേരള കൊടുത്തു, രണ്ടാമത്തെ ഫയൽ. രണ്ട് ഫയലായി. ഇനി ഞാൻ ആഡ് കൊടുക്കുന്നു. ഇവിടെ ഞാനൊരു യൂട്യൂബ് ചാനൽ, യൂട്യൂബ് നമ്മള് ഇവിടെ നമ്മൾ ഇത് അപ്ലോഡ് ഫയലിലെ അപ്ലോഡ് സോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ടൊന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ മറ്റ് കാണാം. ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് കൊടുക്കാം, ലിങ്ക് കൊടുക്കാം, നമുക്ക് വിവരങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, ടെക്സ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്താ ഗൂഗിൾ സ്ലൈഡ് കൊടുക്കാം. ഈ ഗൂഗിളിന്റെ ഡോക്യുമെന്റ് നമ്മളെ കയ്യില് പിന്നെ വേർഡും പവർ പോയിന്റും ഒക്കെയാണ് ഉള്ളതെങ്കിൽ അതിനെ ഗൂഗിൾ ഡോക്കായിട്ടൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഗൂഗിൾ ഡോക്കായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാനാണെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു യൂട്യൂബ് കൊടുക്കുന്നു. യൂട്യൂബിന്റെ URL എന്ന് പറയുന്നത് അതിന്റെ വെബ്സൈറ്റ് അഡ്രസ്സാണ്. അതിന്റെ അഡ്രസ് മാറിപ്പോയി, അതിന്റെ വെബ്സൈറ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇൻസർട്ട് കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഞാൻ ഇത്രയും മാത്രമേ കൊടുക്കുന്നുള്ളൂ. 3 ഫയലുകളാണ്. ഒരു യൂട്യൂബ് ഫയൽ കൊടുത്തു, 2 കൊടുത്തു. ഓക്കെ, അപ്പോ ഈ ഇതിനകത്തുള്ള വിവരങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് കേരളത്തിലെ ട്രഡീഷണൽ ഫുഡിനെ കുറിച്ചുള്ള ഒരു സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ കേരളത്തിലെ ട്രഡീഷണൽ ഫുഡിനെ കുറിച്ച് ഉള്ള കേരളത്തിലെ പരമ്പരാഗതമായ ഭക്ഷണത്തിലെ പോഷക മൂല്യങ്ങളെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കി തരാൻ നമുക്ക് ആവശ്യപ്പെടാം. കേരളത്തിലെ പരമ്പരാഗതമായ ഫുഡുകളിലെ പോഷക മൂല്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കി തരാൻ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഈ യൂട്യൂബ് ചാനലിലും ഈ 2 ഫയലുകളിലും അടങ്ങിയ വിവരങ്ങളിൽ നിന്നേ തരുള്ളൂ. അല്ലാതെ വേറെ പൊതു വിവരങ്ങളൊന്നും ഇത് എടുക്കില്ല അല്ലെ? അതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ. ഇപ്പോ നിങ്ങളുടെ സ്കൂളിലൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ടൈം ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇത്ര ക്ലാസ്സുകൾക്കുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. അത് ടൈം ടേബിൾ ആയിരിക്കും ഉണ്ടാക്കി തരുന്നത്. അതുപോലെ എന്ത് കാര്യങ്ങളും എന്ത് വിവരങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കേരളത്തിലെ പരമ്പരാഗതമായ ആഹാര പദാർത്ഥങ്ങളിലെ പോഷക മൂല്യങ്ങളെ കുറിച്ച് വിവരിക്കുക. മലയാളത്തിൽ. ഇത് ഞാനിവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഫയലുകളും ഇംഗ്ലീഷാണ്. യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷാണ്. ഈ കൊടുത്തിട്ടിരിക്കുന്ന 2 ഫയലുകൾ ഇംഗ്ലീഷാണ്. വിവരിക്കുക എന്നുള്ളത് കൊടുത്തിട്ട് ഞാൻ കൊടുത്തു. അപ്പോ പരമ്പരാഗതമായ ഈ പറയുന്ന വെബ്സൈറ്റ്, ഈ പറയുന്ന യൂട്യൂബ് ചാനലിലും ഈ പറയുന്ന 2
അപ്ലോഡ് ചെയ്ത ഫയലുകളിലുമുള്ള ഭക്ഷണങ്ങളുടെ പോഷക മൂല്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കി തന്നു. ഇതിന് ഇനി നമുക്ക് ഇതിനെ ഒരു ഓഡിയോ ആയി ചെയ്യാനായിട്ട് നമുക്ക് ഓഡിയോ ഓവർവ്യൂ കൊടുക്കാം. വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു അതായത് ഈ പറയുന്ന കാര്യങ്ങളെ ഒരു റേഡിയോ ജോക്കി പറയുന്നത് പോലെ അത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് അവതരിപ്പിക്കും. അപ്പൊ ജനറേറ്റിംഗ് ഓഡിയോ ഓവർവ്യൂ അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഓഡിയോ ഓവർവ്യൂ ആവുകയാണെങ്കിൽ അത് വീഡിയോ ഓവർവ്യൂ ആക്കണമെങ്കിൽ ഇതാവും. അത് പെയ്ഡ് വെർഷനിലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇനി ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറഞ്ഞ പ്രോംപ്റ്റ് ഉണ്ടല്ലോ, കേരളത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പോഷക മൂല്യങ്ങളെ കുറിച്ചുള്ള ഒരു മൈൻഡ് മാപ്പ് തയ്യാറാക്കി തരും. റിപ്പോർട്ട് ആണെങ്കിൽ ബ്രീഫ് റിപ്പോർട്ട്, പല രീതിയിൽ ആ റിപ്പോർട്ട് നമ്മൾ കൊടുത്ത ഇതിനെ റിപ്പോർട്ടാക്കാം. എങ്ങനെയൊക്കെ റിപ്പോർട്ടാക്കാം? ഒരു ഒരു ഡോക്യുമെന്റ് ആയിട്ട് അറിയാം, സ്റ്റഡി ഗൈഡ് ആയിട്ട് അറിയാം, FAQ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ടൈം ലൈൻ ആയി. ഈ രീതിയിൽ ആയിരിക്കും അത് തയ്യാറാക്കി തരുന്നത്. അതായത് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള റിപ്പോർട്ട് ഏത് രീതിയിൽ, ഇപ്പൊ നമുക്കൊരു നിങ്ങളുടെ ഒരു ബിസിനസ് തുടങ്ങുന്നു, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഇതിനകത്ത് കൊടുക്കുന്നു. അതിന് ഫ്രീക്വന്റ്ലി അതിന്റെ നിങ്ങളുടെ ബ്രോഷറിൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ തയ്യാറാക്കണമെന്ന് വെച്ചാൽ FAQ കൊടുത്തു കഴിഞ്ഞാൽ FAQ ആയിട്ട് വരും. ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ബ്രോഷർ തയ്യാറാക്കാനുള്ള ബ്രോഷറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാക്കി തരും. ഇനി നിങ്ങൾ ഒരു സംഘടനയുടെ പ്രവർത്തകനാണ്, സെക്രട്ടറിയാണ്, വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കണം. വാർഷിക റിപ്പോർട്ട് ഓരോ മാസത്തെയും റിപ്പോർട്ടുകൾ നിങ്ങൾ തയ്യാറാക്കിയ സാധനം ഉണ്ടാവും. നടത്തിയ പരിപാടികളുടെ നോട്ടീസുകൾ ഉണ്ടാവും. ഈ നോട്ടീസുകളും നടത്തിയ പരിപാടികളുടെ റിപ്പോർട്ടുകളും ഒക്കെ മിനിറ്റ്സും എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. 50 ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇതിനെ ഒരു ആനുവൽ റിപ്പോർട്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരു ആനുവൽ റിപ്പോർട്ടാക്കി തരും. ഒരു അവതരിപ്പിക്കുന്നതിന് വേണ്ടി, സമ്മേളനത്തിന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആനുവൽ റിപ്പോർട്ടാക്കി തരും. ഇനി നിങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ട് അതിൽ നിന്ന് ഇത് ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തിരിക്കുക ആനുവൽ റിപ്പോർട്ടായി. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു നോട്ടീസ് തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ നോട്ടീസ് തയ്യാറാക്കി. ഇനി ഈ പരിപാടി, ഒരു വർഷത്തെ പരിപാടിയെ സംബന്ധിച്ച് ഒരു പത്രവാർത്ത തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ തയ്യാറാക്കി തരും. ഇനി നിങ്ങൾ ഈ ഒരു വർഷത്തെ പരിപാടികളെ ആസ്പദമാക്കി ഒരു ന്യൂസ് ലെറ്റർ തയ്യാറാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാക്കി തരും. അപ്പൊ ഈ ഓഡിയോ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അകത്തൊരു പെയ്ഡ് വെർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കുറെ വേഗത്തിലൊക്കെ ആയി മാറും. ഓക്കെ, അപ്പൊ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് അല്പം സ്ലോ ആവുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊന്ന് ചോദിക്കണം. സംശയങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, ആരെങ്കിലും ചോദിക്കണം? സാർ, ഇതേ ഈ നോട്ട്ബുക്ക് എല്ലാം ഗൂഗിളിലെ ഞാൻ പറഞ്ഞ റൈറ്റ് സൈഡിൽ ഒരു 9 കുത്തുണ്ട്, അതിലാണോ സാർ ഈ കുത്തുമ്പോ വരുന്നത്? 9 കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് ഇവിടെ നമ്മൾ അഡ്രസ് ബാറില് നോട്ട്ബുക്ക് എല്ലാം .google.com ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ശരി. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ക്രോം ഗൂഗിൾ ID-യിൽ നിന്ന് ആൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗൂഗിൾ അക്കൗണ്ട് ആണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ലോഗിൻ ഒന്നും ആവശ്യപ്പെടില്ല. ഇല്ല. അതെ. ഓക്കെ, വരുമ്പോ വരുന്നുണ്ട്. വരും. അപ്പൊ ഇത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്പെടും, അധ്യാപകർക്ക് പ്രയോജനപ്പെടും, സംഘടനാ പ്രവർത്തനം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആളിന് പ്രയോജനപ്പെടും, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരാളിന്. ഈ വിവരങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ച് അത് 50 ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ, ഇത് ഡൗൺലോഡ് ചെയ്യണമല്ലോ നമ്മുടെ സിസ്റ്റത്തില്?
സാറേ ഈ ഡൗൺലോഡ് എന്ന് പറയുന്നത്, ഡൗൺലോഡ് എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കുക. ഡൗൺലോഡ് അല്ല, ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഫോൾഡറിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഡൗൺലോഡ് എന്ന് പറയുന്നത്. അല്ലാതെ തന്നെ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഒന്ന് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയും. അതൊരു ഇതാണ്. നമുക്ക് ഇപ്പൊ വേഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്, പിന്നെ പേജ് മേക്കർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്, നമ്മുടെ ക്രോം എന്ന് പറയുന്ന ടൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഇതെല്ലാം നമുക്ക് ലൈവായി കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിലെ വെബ് ബ്രൗസർ, അതായത് ക്രോം എന്ന് പറയുന്നത് നമ്മൾ അതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ക്രോം, വേറെയും ബ്രൗസറുകളുണ്ട്, എഡ്ജ് എന്നൊക്കെ പറയുന്ന ബ്രൗസറുകളുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്ന ക്രോം എന്ന് പറയുന്ന വെബ് ബ്രൗസറില് നമ്മൾ അതിനകത്തൊരു അഡ്രസ് ബാർ ഉണ്ട്. ആ അഡ്രസ് ബാറില് നമ്മളുടെ AI ടൂളുകൾ ടൂളുകളെല്ലാം ഈ അഡ്രസ് ബാറിൽ അഡ്രസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതെ, പല ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുക. ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യണം. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ചില സാധനങ്ങൾ ഇപ്പോ നമ്മൾ മെറ്റ AI എടുക്കുകയാണെങ്കിൽ മെറ്റ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്യും. നമ്മൾക്ക് ഇടയ്ക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്യേണ്ട ചില ടൂളുകളെ കുറിച്ച് പറഞ്ഞു. മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്ന് പറയുന്ന ഒരു AI ടൂള് നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വേണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ലോഗിൻ ചെയ്യണം. ഇപ്പൊ ലോഗിൻ ചെയ്യാൻ ആവശ്യമില്ലാത്ത ചില ടൂളുകളും നമ്മൾ ഇടയ്ക്കൊക്കെ പരിചയപ്പെട്ടിരുന്നു. അതിലൊന്നാണ് scriptai.com. സ്ക്രിപ്റ്റ് 100-100ഓളം AI ടൂളുകൾ script.com. അപ്പൊ അത് ഒരു ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതിഗംഭീരമായ ഒരു ടൂളാണ്. ഇപ്പൊ മെയിലൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്നത് ആ scriptai ആണ്, scriptai.com. അപ്പൊ ഇതിപ്പോ ഓഡിയോ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കട്ടെ, ജനറേറ്റ് ചെയ്യട്ടെ. അപ്പോ ഇത് മനസ്സിലായോ? ആഡിയോ കൂടെ വന്നാൽ ആഡിയോ വരട്ടെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ കൊടുത്ത് കേരളത്തിലെ പരമ്പരാഗതമായ ഭക്ഷണത്തിലെ എന്താണ് ഭക്ഷണത്തിന്റെ പോഷക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഈ പരമ്പരാഗതമായ ഭക്ഷണത്തിന്റെ പോഷക മൂല്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഇതാണ് നമ്മൾ കേരളത്തിലെ പരമ്പരാഗതമായ ആഹാര പദാർത്ഥങ്ങളുടെ പോഷക മൂല്യങ്ങൾ ആണ് നമ്മൾ കൊടുത്തത്. ആ കേരളത്തിലെ പരമ്പരാഗത ആഹാര പദാർത്ഥങ്ങൾ ആരോഗ്യത്തിനും ക്ഷേമത്തിനും നല്ല രീതിയിൽ വിഭവങ്ങൾ തലമുറ കൈകാര്യം അവയ്ക്ക് പൊതുവായ പോഷക ഗുണങ്ങൾ, ആരോഗ്യപരമായ ഗുണങ്ങൾ ഒരു ടൈറ്റിലിൽ വരുന്നു. അതെല്ലാം ഇങ്ങനെ വരുന്നു. അത് കഴിഞ്ഞിട്ട് കൂവപ്പായസം, ഔഷധക്കഞ്ഞിയിലെ ഓരോന്നിന്റെയും പോഷക കാര്യങ്ങളും അതിന്റെ ആരോഗ്യ കാര്യങ്ങളും അതൊക്കെയാണ് ഈ ഫയലിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് ജനറേറ്റ് ചെയ്ത് വന്ന സാധനം ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഫോർമാറ്റിൽ വേണം, ഡോക്ക് ഫോർമാറ്റിലാണെങ്കിൽ അത് ചെയ്യും. ഒരു സ്റ്റഡി ഗൈഡ്, ഇപ്പൊ കുട്ടികൾ പഠനത്തിന് വേണ്ടിയാണ് നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ നോട്ട്ബുക്ക് എല്ലാം സ്റ്റഡി ഗൈഡായിട്ട് അതിനകത്ത് വരും. FAQ ആയിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ്, ടൈം ലൈൻ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇതിനകത്ത് വരും. ഓക്കെ, ഇനി ഇതിന്റെ മൈൻഡ് മാപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. മൈൻഡ് മാപ്പ് എന്താണെന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വരച്ച് വരുന്നൊരു സംവിധാനമുള്ള മൈൻഡ് മാപ്പ് ആയിട്ട് വരും. ഇപ്പൊ ജനറേറ്റ് ഓഡിയോ ഇതൊരു രക്ഷയില്ലാത്ത രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയി.
അപ്പൊ ഇനി നമുക്കിതിനെ രുചിയുടെ കേരളം അതാ നോക്കുക. കേരളം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ചിത്രം അവിടത്തെ രുചികരമായ ഭക്ഷണമാണല്ലോ അല്ലെ? അതെ, തീർച്ചയായും. പുട്ടും കടലക്കറിയും അപ്പം സ്റ്റൂവും പിന്നെ നല്ല നാടൻ മീൻകറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണിയാൽ തീരില്ല. അതെ, ഇന്ന് നമ്മൾ കേരളത്തിന്റെ ആ ഭക്ഷണ ലോകത്തേക്കൊരു ആഴത്തിലുള്ള അന്വേഷണം നടത്തുകയാണ്. നമ്മുടെ കയ്യില് കുറച്ച് വിവരങ്ങളുണ്ട്. ചില പോപ്പുലർ വിഭവങ്ങളുടെ ഒരു ലിസ്റ്റ്, പിന്നെ നഗരങ്ങളിലെ ഭക്ഷണ രീതികളെ കുറിച്ചുള്ള ഒരു പഠനം, അതോടൊപ്പം നമ്മുടെ പാരമ്പര്യ ഭക്ഷണങ്ങളെ കുറിച്ചുള്ള ചില കണ്ടെത്തലുകൾ. ശരി. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ വെച്ചിട്ട് കേരളത്തിന്റെ ഭക്ഷണ സംസ്കാരത്തിന്റെ ആ വൈവിധ്യവും അതിന് പിന്നിലെ ചില കാര്യങ്ങളും അത് ലളിതമായി അവതരിപ്പിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ നല്ലത്. കാരണം കേരള ഫുഡ് എന്ന് പറയുമ്പോൾ അത് വെറും രുചിയുടെ കാര്യം മാത്രമല്ലല്ലോ. അല്ല, അവിടത്തെ എന്താ പറയാ, ഭൂപ്രകൃതി, കാലാവസ്ഥ, പല സംസ്കാരങ്ങളുടെ ഒരു സ്വാധീനം, ചരിത്രം, പിന്നെ ആരോഗ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ശരിയാണ്. അപ്പൊ നമുക്കിന്ന് ഈ പല തലങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ഗ്രേറ്റ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി പരിചിതമായ ചില വിഭവങ്ങളിൽ നിന്ന് തുടങ്ങാമല്ലേ? അതാവും നല്ലത്. നമ്മുടെ കയ്യിലുള്ളൊരു ലിസ്റ്റ് നോക്കുവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ ചില ഐറ്റംസ്: പുട്ട് കടലക്കറി, അപ്പം സ്റ്റൂ, ഇടിയപ്പം, ക്ലാസിക്സ്. പിന്നെ നല്ല എരിവുള്ള ചിക്കൻ ഫ്രൈ, കേരള സ്റ്റൈൽ ചെമ്മീൻ കറി, പിന്നെ ബീഫ് ഫ്രൈ, നമ്മുടെ പോത്തിറച്ചി വറുത്തത്, അത് വിട്ടുകളയാൻ പറ്റില്ല. പിന്നെ മലബാർ പൊറോട്ട, ഫിഷ് മോളി, പഴംപൊരി, അതായത് വാഴയ്ക്കപ്പം, അതെ, പാലട പായസം, പിന്നെ നമ്മുടെ ഗ്രാൻഡ് സദ്യ, സദ്യ, മത്തങ്ങിയും പയറും വെച്ച എരിശ്ശേരി പോലത്തെ കറികൾ, തലശ്ശേരി ബിരിയാണി, അടപ്രഥമൻ, മലബാറിന്റെ ആ ചട്ടിപ്പത്തിരി, കല്ലുമ്മക്കായ ഉലർത്തിയത്, ദോശയും പലതരം ചട്നികളും, വാഴപ്പഴം ഹൽവ, പിന്നെ ഏത്തയ്ക്ക ഉപ്പേരി അഥവാ വാഴക്ക ചിപ്സ്, റൈറ്റ്, ഉണ്ണിയപ്പം, കുഴലപ്പം, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ്. നിങ്ങൾ ഇതിന് മിക്കതും കഴിച്ചിട്ടുണ്ടാണല്ലേ? പിന്നല്ലാതെ. ഈ ലിസ്റ്റ് തന്നെ നോക്കിയാൽ മതി, കേരള ഫുഡിന്റെ ആ ഒരു റേഞ്ച്, ആ വൈവിധ്യം മനസ്സിലാക്കാൻ പറ്റും. ശരിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് മധുരം വരെ, വെജിറ്റേറിയൻ, നോൺ വെജ്, എന്തെല്ലാം തരം വിഭവങ്ങൾ. അതെ. ധാന്യങ്ങൾ, പലതരം പച്ചക്കറികൾ, കിഴങ്ങുകൾ, ഇലകൾ, മീൻ, ഇറച്ചി, പിന്നെ നമ്മുടെ സ്വന്തം സുഗന്ധവ്യഞ്ജനങ്ങൾ, തേങ്ങ, ഇവയെല്ലാം കൂടിയുള്ള ഒരു മേളം. അപ്പൊ ഇത് കേരളത്തിന്റെ ആ ഒരു കാർഷിക വൈവിധ്യം കാണിക്കുന്നുണ്ട്. പിന്നെ കടലുമായുള്ള ബന്ധം ഉറപ്പായും. അതോടൊപ്പം തന്നെ ഈ മലബാർ പൊറോട്ട, തലശ്ശേരി ബിരിയാണി പോലുള്ള കാര്യങ്ങൾ, അത് പുറത്തുനിന്നുള്ള സ്വാധീനവും കാണിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും ശരിയാണ്. അപ്പൊ ഈ ഒരു വൈവിധ്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ കണക്കുകളിലേക്കും പഠനങ്ങളിലേക്കും ഒന്ന് പോയാലോ? ആവാം. നമ്മുടെ കയ്യില് അതുണ്ടല്ലോ, ഒരു റിസർച്ച് സ്റ്റഡി ഉണ്ട്, രതീഷ്, സന്തോഷ്, കരുണാകരൻ എന്നിവരുടേത്. 2011-12 NSS ഡേറ്റ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ. ഇത് കേരളത്തിലെ നഗരങ്ങളിലെ ആൾക്കാരുടെ ഭക്ഷണ രീതികളെ പറ്റിയാണ് പറയുന്നത്. പൊതുവേ നമ്മൾ പറയാറുണ്ടല്ലോ, മലയാളികൾ ഫുഡിന് നന്നായി പൈസ ചെലവാക്കുന്നവരാണെന്ന്. അതൊരു പറച്ചിലുണ്ട്. അപ്പൊ ഈ പഠനം എന്താ അതിനെ കുറിച്ച് പറയുന്നത്? ഭക്ഷണത്തിലെ വൈവിധ്യം, അതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ട്. ഈ പഠനത്തില് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ നഗരങ്ങളിലെ ആളോഹരി മാസ ഉപഭോഗ ചെലവ്, അതായത് MPCE എന്ന് പറയും. ഒരാള് ഒരു മാസം ശരാശരി എത്ര രൂപ ചെലവാക്കുന്നു എന്നുള്ളത്. ശരി. അത് ഗ്രാമങ്ങളെക്കാളും കൂടുതലാണ് നഗരങ്ങളില്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ. അതെ. പക്ഷേ ഒരു കാര്യം, ഈ പഠനം നടന്ന കാലഘട്ടത്തിന് തൊട്ടു മുമ്പുള്ള 10 വർഷം, അതായത് 2001 തൊട്ട് 2011 വരെ നോക്കുമ്പോൾ ഈ നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വരികയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഓഹോ, അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണല്ലോ. അതെ. പിന്നെ മറ്റൊന്ന്, വരുമാനത്തിലുള്ള വലിയ അന്തരം. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള 5% ആൾക്കാർ, അവര് ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ള 5% ആൾക്കാരെക്കാളും ഏകദേശം 9 മടങ്ങ് കൂടുതൽ പൈസ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. 9 മടങ്ങോ? അത് വലിയ വ്യത്യാസം തന്നെ. അപ്പോ ഈ വരുമാന വ്യത്യാസം അത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തരങ്ങളെ എങ്ങനെയാ ബാധിക്കുന്നത്? അവിടെയാണൊരു രസകരമായ കാര്യം. വരുമാനം കൂടുന്തോറും ആൾക്കാര് ഈ ധാന്യങ്ങൾ, അതായത് അരി, ഗോതമ്പ് പോലുള്ളവ, അതെ, അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസയുടെ അനുപാതം കുറഞ്ഞു വരുന്നു. ഓക്കെ. അതായത് ഏറ്റവും കുറഞ്ഞ വരുമാനക്കാർ അവരുടെ ഫുഡിന് ചെലവാക്കുന്ന പൈസയുടെ ഏകദേശം 19% ധാന്യങ്ങൾക്കാണെങ്കിൽ ഏറ്റവും ഉയർന്ന വരുമാനക്കാർ അത് 12% കുറയ്ക്കുന്നു. അപ്പൊ പൈസ കൂടുമ്പോൾ അരിയും ഗോതമ്പും ഒക്കെ കുറയ്ക്കുന്നു, അനുപാതം കുറയ്ക്കുന്നു.
അപ്പൊ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും അവർ കൂടുതൽ പണം മറ്റു നല്ല സാധനങ്ങൾക്ക് അല്ലെങ്കിൽ വില കൂടിയതിന് ചെലവാക്കുന്നുണ്ടാവും. അതെ. അപ്പൊ ഈ കൂടുതൽ വരുമാനക്കാർ എന്തിനാ കൂടുതൽ ചെലവാക്കുന്നത്? ഇറച്ചിക്കും മീനിനൊക്കെയാണോ? അവിടെയാണ് ഒരു ട്വിസ്റ്റ്. പഠനം പറയുന്നത് ഇറച്ചി, മുട്ട, മീൻ ഇതിനൊക്കെ വേണ്ടി ചെലവാക്കുന്ന തുകയുടെ അനുപാതം നോക്കിയാൽ അത് മിക്കവാറും എല്ലാ വരുമാനക്കാരിലും ഏകദേശം ഒരുപോലെയാണ്. ഓഹോ, അത് ശരി. അതായത് പാവപ്പെട്ടവരും പണക്കാരും എല്ലാം അവരുടെ ഭക്ഷണ ബഡ്ജറ്റിൽ ഏതാണ്ട് 1% ഈ നോൺ വെജിന് വേണ്ടി മാറ്റിവെക്കുന്നു. ഒരുപക്ഷെ ഇത് ഈ ഐറ്റംസിനോടുള്ള മലയാളികളുടെ ഒരു പൊതുവായ ഇഷ്ടം കൊണ്ടാവാം. എന്നാ പിന്നെ ഈ ഉയർന്ന വരുമാനക്കാർ എവിടെയാണ് കൂടുതൽ പൈസ കളയുന്നത് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായും പാലിന്റെ ഉൽപ്പന്നങ്ങൾ. ശരി. പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഫുഡ്, സെർവ്ഡ് പ്രോസസ്ഡ് ഫുഡ്, കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഫുഡ്, പാക്കേജ്ഡ് പ്രോസസ്ഡ് ഫുഡ്, ഈ ശീതള പാനീയങ്ങള്, മറ്റ് ഡ്രിങ്ക്സ്, ഇതിനൊക്കെയാണ് ഏറ്റവും ഉയർന്ന വരുമാനക്കാർ. അതായത് പഠനത്തിൽ F12 എന്ന് പറയുന്ന ഗ്രൂപ്പ് അവരുടെ ഭക്ഷണ ചിലവിന്റെ ഏകദേശം 1/4 ഒരു 25% ഇത്തരം കാര്യങ്ങൾക്കാണ് ചെലവാക്കുന്നത്. അപ്പോൾ വരുമാനം കൂടുമ്പോൾ ഹോട്ടൽ ഫുഡും പാക്കറ്റ് ഫുഡും ഒക്കെ കൂടുന്നു. ശരി. അപ്പോ ഈ ഭക്ഷണത്തിലെ വൈവിധ്യം, ഡയറ്റ് ഡൈവേഴ്സിറ്റി, അതിന്റെ കാര്യമോ? കൂടുതൽ പൈസയുള്ളവർ കൂടുതൽ തരം ഭക്ഷണം കഴിക്കുന്നുണ്ടാകുമോ? അതാണ് സാധാരണ നമ്മൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഈ പഠനത്തിലെ ഒരുപക്ഷെ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കണ്ടെത്തൽ അതാണ്. എന്താണത്? ഭക്ഷണത്തിലെ വൈവിധ്യം ഏറ്റവും കൂടുതൽ കാണുന്നത് ഇടത്തരം വരുമാനക്കാരിലാണ്. ആണോ? അതെന്താ അങ്ങനെ? ഏറ്റവും കുറഞ്ഞ വരുമാനക്കാർക്കും ഏറ്റവും കൂടിയ വരുമാനക്കാർക്കും വൈവിധ്യം കുറവാണെന്നാണോ? അതെ, പഠനം പറയുന്നതാണ് അതാണ്. ഏറ്റവും താഴെയുള്ളവർക്കും ഏറ്റവും മുകളിലുള്ളവർക്കും ഭക്ഷണത്തിൽ വൈവിധ്യം കുറവാണ്. അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്താവാം കാരണം? കാരണം ഒരുതരം കോൺസെൻട്രേഷൻ എന്ന് പറയാം. അതായത് കുറഞ്ഞ വരുമാനക്കാർക്ക് അവരുടെ കയ്യിലുള്ള കുറഞ്ഞ പൈസയ്ക്ക് പ്രധാനമായും ഊർജം കിട്ടുന്ന വില കുറഞ്ഞ ധാന്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അപ്പം മറ്റു സാധനങ്ങൾ വാങ്ങാൻ അധികം പൈസ ഉണ്ടാവില്ല. ശരി. അതേസമയം ഏറ്റവും ഉയർന്ന വരുമാനക്കാർ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വില കൂടിയ ഇറച്ചി, മീൻ, ഈ പുറത്തു നിന്നുള്ള ഫുഡ്, ഡ്രിങ്ക്സ് ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അപ്പോ ഒരു പക്ഷെ അവര് ധാന്യങ്ങളും സാധാരണ പച്ചക്കറികളും ഒക്കെ കുറയ്ക്കുന്നുണ്ടാവാം. എന്നാൽ ഈ ഇടത്തരം വരുമാനക്കാർക്ക് ഒരു ബാലൻസ് കണ്ടെത്താൻ പറ്റുന്നുണ്ടാവാം. കുറച്ച് ധാന്യങ്ങൾ, കുറച്ച് പച്ചക്കറികൾ, പഴങ്ങൾ, മിതമായ രീതിയിൽ നോൺ വെജ്, വല്ലപ്പോഴും പുറത്തു നിന്നും, അങ്ങനെ പല ഐറ്റംസ് ഉൾപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടാവാം. ഇത് അളക്കാൻ ചില സൂചികകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പഠനത്തില്. ഹെർഫിൻഡാൽ സൂചിക, സിംസൺ സൂചിക എന്നൊക്കെ പറയും. അതൊക്കെ ഈ കണ്ടെത്തലിന് ശരിവെക്കുന്നുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു വലിയ ചിത്രം. അപ്പോ ഇതിങ്ങനെ പോവുക നോക്കുക. ആകാശവാണിക്ക് ഇതുപോലൊരു പരിപാടി നടത്താൻ പറ്റുമോ? നിങ്ങള് കേൾക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു FM റേഡിയോക്കാർ ചെയ്യുന്ന അതേ 2 ജീവനുള്ള മനുഷ്യർ പറയുന്ന അതേ ശൈലിയിലല്ലേ ഇത്? അപ്പോ ഇത് നോക്കുക. ഇത് നമ്മള് 3 ഫയലുകളിൽ നിന്നാ 3 ഫയലുകൾ നമ്മൾ കുറച്ച് സമയം എടുത്തത് കൊണ്ടാണ്. അവര് പൂർത്തിയായിട്ടില്ല കേട്ടോ. ഇത് സമയം പകുതിയായിട്ടുള്ളൂ. അതായത് ഇപ്പൊ 7:45 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇനി 14.36 മിനിറ്റുകൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ക്ലോസ് ചെയ്തത്. ആളിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ? ആളിനെ വേണമെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ പെയ്ഡ് വെർഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഇതിനകത്തുണ്ട്. ഇത് തന്നെ സെലക്ട് ചെയ്തത് തന്നെ. ഇത് 2 ആണും പെണ്ണും AI തന്നെയാണ്. അത് ഹ്യൂമനിസ്റ്റിക് ചെയ്ത് നമുക്ക് ഒരു ഡോക്യുമെന്ററി പോലെയല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫയലുകളെ മുഴുവൻ പഠിച്ചിട്ട് അത് ഈ പറയുന്ന 3 ഫയലിൽ നിന്ന് വിവരങ്ങൾ എടുത്തിട്ടാണ് അത് തയ്യാറാക്കി തരുന്നത്. പഠിക്കാനൊക്കെ എന്തെളുപ്പം. പുസ്തകങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ രസകരമായി കേട്ടോണ്ടിരിക്കാമല്ലോ. വായിക്കുന്നതിനേക്കാളും രസമല്ലേ? അതെ, ലൈവായിട്ട് തോന്നും നമുക്ക്. അതെ. ഇതെങ്കിലും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഇതെന്തായാലും ചെയ്യും സാറേ. അപ്പൊ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ഗൂഗിളിൽ പോയി നിങ്ങളുടെ ഇഷ്ടവുമായി, നിങ്ങളുടെ താല്പര്യവുമായി ബന്ധപ്പെട്ട 2-3
കൂടുതൽ ഫയലൊന്നും എടുക്കണ്ട, കുറെ സമയം എടുക്കും. ഒരു 1-2 PDF ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇംഗ്ലീഷ് സാധനങ്ങളാണ്. ഇതിനകത്ത് ഒരു മലയാളം ഫയലും ഇല്ല. ഇതിനകത്ത് 2 കേരളത്തിന്റെ ഫുഡ് ഹാബിറ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയും മറ്റേത് നഗര ഗ്രാമ വ്യത്യാസം, അതെല്ലാം ഇംഗ്ലീഷ് പഠനങ്ങളാണ്. പിന്നെ ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുമാണ്. അതിനെയാണ് പഠിച്ചിട്ട് നമുക്ക് ഈ മലയാളത്തിൽ ഔട്ട്പുട്ട് തരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് നോക്കാമല്ലോ. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കാം. വോയിസ് ഉൾപ്പെടെ വോയിസിന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. വോയിസ് ഫയൽ MP3 ഫയലായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കേൾപ്പിക്കാം. അടിപൊളിയായിട്ടുണ്ട്. എയുടെ ഒരു അനന്ത സാധ്യതയില്ലേ? ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊരു ഗംഭീര സാധനം സാർ, ഗംഭീര. അതെ അതെ, ഇതാണ് നോട്ട്ബുക്ക് എല്ലാം. ഞാനിത് മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റില് നോട്ട്ബുക്ക് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. നോട്ട്ബുക്ക് കോപൈലറ്റിൽ 2 ടാബുകൾ, 2 പേജുകൾ, നോട്ട്ബുക്കും കോപൈലറ്റ്. ഈ നോട്ട്ബുക്കില് ഏതാണ്ട് 14,000 വാക്കുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ക്ലാസ്, ഈ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. 14 ഒരു സോഫ്റ്റ്വെയർ ഉള്ളത് ആവശ്യമില്ല. 14,000 വേർഡ്സ്. അപ്പൊ എന്തുമാത്രം ഹ്യൂജ് ഡാറ്റ നമുക്ക് അതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇത് നോട്ട്ബുക്ക് പഠിച്ച് പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി ഞാൻ വലിയ ഗംഭീരി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഈ നോട്ട്ബുക്ക് നോക്കുന്ന നോട്ട്ബുക്ക് കാണാനില്ല. മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റിന്റെ അടുത്ത പേജിൽ വരുന്ന നോട്ട്ബുക്ക് ഇല്ല. ഞാൻ ആകെ ചമ്മിപ്പോയി. വലിയ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് ഈ സാധനം പറഞ്ഞത്. ഞാൻ എപ്പോഴും നമ്മള് ഗൂഗിൾ നോട്ട്ബുക്ക് MLനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നോട്ട്ബുക്ക് MLലേക്ക് വന്നത്. ആ സാധനം കാണാനില്ല. ഞാൻ വിഷമിച്ചു. കാരണം എന്നാലും പറഞ്ഞ് നമ്മൾ ആദ്യമേ ക്ലാസ്സിൽ പറയുമല്ലോ നമ്മള് ഇത് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണെന്ന്. പിറ്റേ ദിവസം ആണ് ഗൂഗിൾ നോട്ട്ബുക്ക് ML എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഇവർ ഇറക്കിയതായിട്ട് മൈക്രോസോഫ്റ്റിന് ഇറക്കിയിട്ട് ഇവരത് പിൻവലിച്ചു. അവർക്ക് നാണക്കേടായിപ്പോയി. 14,000 വേർഡ്സ് ഇല്ലാത്ത ഇത്രയും 500 ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ രീതിയിലൊക്കെ പ്രോസസ് ചെയ്ത് തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റാത്ത അതിനപ്പുറമാണ്. ഒരിക്കലും ഞാൻ ഈ പറഞ്ഞു വന്നപ്പോ ഇതിന്റെ ഓഡിയോ എന്ന് പറഞ്ഞപ്പോ ഈ രീതിയിൽ ചിലപ്പോ ഓഡിയോ വായിച്ച് കേൾപ്പിക്കുന്നവർ ഇപ്പൊ നമുക്ക് വായിച്ച് കേൾക്കാമല്ലോ. ഇപ്പോ ട്രാൻസ്ലേറ്ററിൽ തന്നെ വോയിസ് ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഒരു ധാരണയല്ല. അത് ഇത്രയും ഹ്യൂമനിസ്റ്റിക്കായി മാനുഷികമായ രീതിയിൽ തമാശകൾ പറഞ്ഞ് രസിപ്പിക്കാത്ത വിധത്തിൽ ബോറടിപ്പിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു തരുന്ന ഒരു സംഭവമല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് നമുക്ക് ഈ പത്രം ഈ വാർത്ത ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടല്ലോ. ആ പത്രത്തിൽ ആ വാർത്തകളൊക്കെ നമ്മൾ എടുത്തിട്ട് പത്രമൊന്നും വായിക്കില്ല. വസ്തുതാപരമായി കാര്യങ്ങൾ അറിയണമെങ്കിൽ ആദ്യം മലയാള മനോരമ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ദേശാഭിമാനി കൊടുക്കണം. അത് അപ്പൊ ദേശാഭിമാനിയും കൊടുത്തു കഴിയുമ്പോ ഇടതുപക്ഷത്തിന്റെയുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായ വിവരം കിട്ടും. ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായി വിവരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ അത് ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ പത്രമൊന്നും വായിക്കാതെ കേട്ട് രസിച്ചിരിക്കാം. ന്യൂസ് ചാനലില് വാർത്ത വായിക്കുന്നതിനെക്കാളും ഗംഭീരമല്ലേ? ആണോ അല്ലേ? ഒരു ചാനൽ പരിപാടിയിൽ കേൾക്കുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് നമുക്ക് അതാണ് നോട്ട്ബുക്ക് ML. ഓക്കെ,
അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും നോക്കുമല്ലോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇതിനകത്തുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. നോട്ട്ബുക്ക് ML, ഈ ഫയലുകളെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് അത് ആവശ്യം സെലക്ട് ഇവിടെ കൊടുത്ത് റിമൂവ് ചെയ്യാം. സോഴ്സിൽ നിന്ന് ഡിലീറ്റ് റിമൂവ് സോഴ്സ്. അത് കിട്ടിയാലാണ് അത്രയും. അപ്പൊ സെറ്റിംഗ്സിൽ പോകുന്നു, സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുന്നു, ഔട്ട്പുട്ട് ലാംഗ്വേജ് എടുക്കുന്നു. ഇവിടെ നമ്മൾ മലയാളമാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് ഭാഷകൾ വരുന്നു, അതിൽ നമ്മൾ മലയാളം ചെയ്യുന്നു. മലയാളം, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ക്ലിയർ ആയി സെറ്റിംഗ്സ്. ഇനി അടുത്ത നമ്മൾ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെബ്സൈറ്റിന്റെ അഡ്രസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ നിന്ന് അപ്ലോഡ് സോഴ്സ് കൊടുക്കുന്നു. അപ്ലോഡ് സോഴ്സ് അവിടെ നമ്മൾ ഇവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വലിച്ചിടാം, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്നാണെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഗൂഗിൾ ഡോക്ക് എടുക്കാം, ഗൂഗിൾ സ്ലൈഡ് എടുക്കാം. ഗൂഗിൾ ഡ്രൈവിലുള്ള 2 സാധനങ്ങൾ, ഒന്ന് നമുക്ക് പവർ പോയിന്റ് പോലെയുള്ള ഗൂഗിൾ സ്ലൈഡ് ഉണ്ട്, ഗൂഗിൾ ഡോക്ക് ഉണ്ട്, വേർഡ് പോലുള്ള. ലിങ്ക്, 2 തരത്തിലുള്ള ലിങ്കുകളാണ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് വെബ്സൈറ്റിന്റെ ലിങ്ക്, നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുന്ന വിവരങ്ങളുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലാണെങ്കിൽ ആ വെബ്സൈറ്റിൽ എത്ര പേജുകളുണ്ടോ ആ പേജുകളിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കും. വെബ്സൈറ്റിന്റെ ലിങ്ക് അവിടെ കൊടുക്കുക, ഹോം പേജിന്റെ ലിങ്ക് കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ, ആ യൂട്യൂബിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. ഇനി നമ്മളതിൽ ഉള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാം, വിവരങ്ങൾ പേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മള് സോഴ്സ് നമ്മൾ നോക്കുക, അതാ സോഴ്സ് ലിമിറ്റ് എന്നത് അവിടെ കാണുന്നുണ്ട്. സോഴ്സ് ലിമിറ്റ് നോക്കുക, 50 കണ്ടോ, 0 മുതൽ 50, ഒന്നും ഇട്ടിട്ടില്ല. 50 സോഴ്സ് നോക്കുക. 50 സോഴ്സ് എന്ന് പറയുന്നത് എന്ത് മാത്രം വിവരങ്ങളാണെന്ന് നോക്ക്. 50 സോഴ്സ്, 10 20 PDF ഫയലിൽ കയറ്റാം, 10 വെബ്സൈറ്റ് കയറ്റാം, 10 യൂട്യൂബ് കയറ്റാം. അപ്പൊ തന്നെ 30 20 50 ആയി ഇല്ലേ? നമുക്ക് അത്രയും വിവരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. 50 സോഴ്സ് ഫ്രീ ആയിട്ട്. ഇനി നമുക്ക് പെയ്ഡ് വെർഷനിൽ പോയാൽ 500. നോക്കുക എന്തുമാത്രം അനന്തമായ വിവരങ്ങളാണ് ഇതിനകത്ത് കയറ്റാൻ പറ്റുന്നതെന്ന്. നോട്ട്ബുക്ക് അല്ല. അപ്പൊ അത് കൊടുക്കുന്നു. അത് നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ഈ സോഴ്സ് ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ലാംഗ്വേജിലാണ് ഇവിടെ കാണാം. നമ്മൾ ഇംഗ്ലീഷ് ഫയൽ ആണെങ്കിലും നമ്മൾ ഔട്ട്പുട്ട് ലാംഗ്വേജിലായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ എന്താണോ ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യം അത് തന്നെ കൊടുക്കുന്നു. റിപ്പോർട്ടൊക്കെ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ സാധനം കൊടുക്കും. അത് ഇവിടെ നമ്മൾ സോഴ്സ് കൊടുത്താലേ ഇത് ഇവിടെ ആക്റ്റീവ് ആവുള്ളൂ. ഇനി നമ്മളിവിടെ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ചെയ്തത് ആഡിയോ ഓവർവ്യൂ ആണ്. അതിന് ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആഡിയോ ഓവർവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കറങ്ങാൻ തുടങ്ങും, കുറെ സമയം എടുക്കും. നമ്മൾ ആഡിയോ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ആഡിയോ എന്ന് പറയുമ്പോൾ അത് വെറും രുചിയുടെ കാര്യം മാത്രമല്ല. ഇനി ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡായി. ആ ഫയൽ ഡൗൺലോഡ് ആയി. അതായത് നമ്മൾ കൊടുത്ത PDF, നമ്മൾ കൊടുത്ത ഇത് MP3 ആയിട്ട് ഡൗൺലോഡ് ചെയ്യും. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഡൗൺലോഡായി. ഇനി നമുക്ക് ഷെയർ ചെയ്യാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഷെയർ ചെയ്യാം. സ്പീഡൊക്കെ നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ നമ്മൾ പറയുന്നതിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നമ്മൾ നിങ്ങൾക്കറിയാം, വാട്സാപ്പിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അതുപോലെ സ്പീഡൊക്കെ ഒരു മിനിമം സ്പീഡിൽ വരുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നമുക്കൊരു വ്യക്തത കിട്ടില്ല. അതും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പീഡ് അത് ഓക്കെ. ആ അവിടുത്തെ സാഹചര്യങ്ങളുമാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്നൊരാശയം. വളരെ ശരിയാണ്. പ്രാദേശികമായ അറിവിന്റെ ഒരു വലിയ ഉദാഹരണം. അതെ. അപ്പോ നമ്മൾ ഇന്ന് കേരളത്തിന്റെ വെപ്പ് കാലത്ത്, അതായത് 14.36 ഏതാണ്ട് 1/4 മണിക്കൂർ സമയത്തെ ഒരു സാധനമാണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നത്. ഓക്കെ, ഇത് മൊബൈലിൽ പറ്റുമോ സാറേ? മൊബൈലില് നോട്ട്ബുക്ക് MLന്റെ ആപ്പുണ്ട്, മൊബൈൽ ആപ്പുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയി നോട്ട്ബുക്ക് MLന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓക്കെ സാർ. ഓക്കെ.
ഓക്കെ. അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇനിയൊരു അടുത്തൊരു ഭാഗം തുടങ്ങാനുള്ള ഒരു സമയമില്ല. ഇനി ഏതാണ്ട് 10 മിനിറ്റ് അവശേഷിക്കുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഭാഗം കൂടെ ഞാൻ എടുക്കണമെന്ന് ഗൂഗിൾ സ്റ്റുഡിയോ അടുത്ത പ്രാവശ്യം നമ്മളിനി ഓണം കഴിഞ്ഞ് വരുമ്പോ ഉള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഇതെങ്ങനെയുണ്ടായിരുന്നു? ഏറ്റവും അടിപൊളി. ഇതിനേക്കാളും അടിപൊളി സാധനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഓരോ ദിവസവും കഴിഞ്ഞ ക്ലാസ്സിനെ കവിച്ചു വെക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് സാറിന്റെ. ഇതിപ്പോ പഴയ ക്ലാസ്സുകളെ എല്ലാം നിഷ്പ്രഭമാക്കി കഴിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഈ നോട്ട്ബുക്ക് എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നെങ്കില് പിന്നെ ഈ ആദ്യം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു താല്പര്യം കാണില്ലായിരുന്നു. ഓക്കെ. സ്റ്റോറി ബുക്സ് ഒക്കെ കൊടുത്താൽ രസമായിട്ട് കേട്ടോണ്ടിരിക്കാമല്ലോ സാർ. തീർച്ചയായിട്ടും. അതെ സാർ, ഇത് സമയം 17 മിനിറ്റ് ആണ് ഇതിൽ കണ്ടത്. 14 മിനിറ്റ് ആയിരുന്നു. നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുമോ? ഇതിപ്പോ അത്ര തന്നെ വേണമെന്നുണ്ടോ? നമുക്ക് 5 മിനിറ്റ് നിങ്ങൾക്ക് പ്രോംപ്റ്റിൽ പറഞ്ഞാൽ മതി. പ്രോംപ്റ്റ് ആഡിയോ 10 മിനിറ്റ് അല്ലെങ്കിൽ 8.5 മിനിറ്റിലേക്ക് ഉള്ള ഒരു ഓഡിയോ തയ്യാറാക്കി പ്രോംപ്റ്റിൽ പറഞ്ഞാൽ മതി. നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ തയ്യാറാക്കുമ്പോഴേ നമുക്ക് ഒരു 5 മിനിറ്റ് 6 മിനിറ്റിനകത്ത് ഉള്ള യൂട്യൂബ് വീഡിയോയിലെ സ്ക്രിപ്റ്റ് ഇതാക്കാം. അതാണ് സ്ക്രിപ്റ്റ് ഇതാക്കാം. അപ്പൊ ഇതിനെ സൗണ്ട് ട്രാക്ക് കയറ്റി കൊടുത്താൽ ആ സ്ക്രിപ്റ്റ് ഇതാക്കാൻ പറ്റും. ആ രീതിയിൽ കാര്യങ്ങൾ ഇതിനകത്ത് വേറെയുണ്ട്. യൂട്യൂബിൽ ഇതിനകത്ത് വോയിസ് ഇതിനെ തന്നെ അവതാറാക്കാം. ആൾക്കാരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കാം. ഒക്കെ പല രീതിയിൽ നമുക്ക് ദിവസങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ശരി. താങ്ക് യു സാർ. സാർ, ഈ ഫ്രീ വേർഷനില് നമ്മൾ ഈ 50 അപ്ലോഡ് ചെയ്യുന്നത് അറ്റ് എ ടൈം ഒരു ദിവസമോ മാസമോ എങ്ങനെയാണത്? ഇതൊക്കെ ഫ്രീ ആണ് സാറേ. ദിവസം 50 ഇത് അപ്ലോഡ് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ദിവസം 50 അപ്ലോഡ് ചെയ്യാനുള്ള മാറ്റർ ഉണ്ടെങ്കിൽ ചെയ്യണം. അതെ. നമുക്ക് 50 നമുക്ക് ഇതിന്റെ ഒന്നും പൊട്ടൻഷ്യലിന്റെ ഒരു 10% വരെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതെ. അല്ല, നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളൊരു റിസർച്ച് സ്കോളർ ആണെങ്കിൽ നിങ്ങൾ 1950 രൂപ അടച്ച് ഇതിന്റെ മന്ത്ലി പ്രൊഫഷണൽ ഡൊഷൻ എടുക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഞാൻ നോക്കിയപ്പോ ഇത് ഒരു മാസത്തേക്ക് ഫ്രീ വെർഷൻ ഉണ്ട്. ഒരു മാസത്തെ ഫ്രീ വെർഷൻ നിങ്ങൾക്ക് എടുത്തിട്ട് അടുത്ത മാസം ആകുമ്പോ നിങ്ങൾ അതിനകത്ത് ഗൂഗിൾ പേയോ എല്ലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പൈസ പോവും, കട്ട് ചെയ്യും. അതുകൊണ്ട് ആ ഫ്രീ വെർഷൻ എടുക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. നിങ്ങൾ ഫ്രീ വെർഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പറോ കൊടുത്തേ എടുക്കാൻ പറ്റുള്ളൂ. ചുമ്മാ ഫ്രീ വെർഷൻ കിട്ടില്ല. അപ്പൊ ഈ ഫ്രീ വെർഷന്റെ കാലാവധി കഴിയുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് പൈസ പോവും. അതുകൊണ്ട് അങ്ങനെ ഫ്രീ വെർഷൻ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആ ഡേറ്റ് ആവുന്നതിന് മുമ്പ് ഓർമ്മിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാം, ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കാരണം നമ്മളെ വാലിഡ് ആയിട്ടുള്ള ഗൂഗിൾ പേ ഇത് ഐഡിയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പറോ ഒക്കെ കൊടുത്താലേ ഫ്രീ വെർഷൻ നമുക്ക് കിട്ടുള്ളൂ. ഫ്രീ ആയിരിക്കും. ഒരു മാസം കഴിയുമ്പോൾ മാസാമാസം പൈസ പൊയ്ക്കൊണ്ടിരിക്കും. ഫ്രീ വേർഷൻ ഡെയിലി അക്കൗണ്ട് ആയിരിക്കും അതോ മന്ത്ലി ഒക്കെ ആയിരിക്കും? മന്ത്ലി. ഒരു മാസം 50 ഫയൽസ് കഴിഞ്ഞ അതെ മന്ത്ലി 2000 രൂപയാ. 1950 അല്ല, അത് ദാറ്റ് ഇസ് ഈ 50 കഴിഞ്ഞാല് അല്ലേ? അല്ലെങ്കിൽ ഇറ്റ്സ് ഫ്രീ? 50 അല്ല 30 ദിവസം. അല്ല, ഈ ഇതിന്റെ എണ്ണം അല്ലേ? എണ്ണം അതിൽ 500 വരെ കൊടുക്കാം. ഫ്രീയിൽ ഇപ്പൊ 50 പേര് 50. അതാണ് ഫ്രീ 50. ഒരു മാസത്തേക്കാണോ ലാസ്റ്റ് ചെയ്യണത് അതോ ടോട്ടൽ എല്ലാം കൂടി 50 എന്നാണോ? എത്ര നാളായാലും ഈ 50 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 50. നിങ്ങൾ 50 ഫയല് ഞാൻ പറയുന്നത് കേൾക്കും. ഒന്ന് ശ്രദ്ധിക്കും, കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. ഞാനിപ്പോ കേരളത്തിന്റെ ആഹാരത്തെ രീതിയെ കുറിച്ച്, പരമ്പരാഗതമായ ഭക്ഷണത്തെ കുറിച്ചുള്ള 50 ഫയലുകൾ അപ്ലോഡ് ചെയ്ത് ഒരു പ്രോജക്ട് ഒരു വർക്ക് ഒരു സോഴ്സ് വർക്ക് ഞാൻ ചെയ്തു.
എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി തമിഴ്നാട്ടിന്റെ പരമ്പരാഗതമായ ആഹാരത്തെ കുറിച്ച് ഒരു സാധനം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് എനിക്ക് 50 ചെയ്യാം. ഒരു പ്രാവശ്യമാണ് 50. ഒരു പ്രോജക്റ്റ് ഒരു പ്രാവശ്യമേ ഉള്ളൂ അല്ലേ? ഒരു പ്രോജക്റ്റില് ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ പരമ്പരാഗതമായ ഭക്ഷണത്തെ കുറിച്ച് 50, അത് ഞാനത് 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ വീണ്ടും അടുത്തതിന് വീണ്ടും എനിക്ക് 50 അപ്ലോഡ് ചെയ്യാം. ഒരു ദിവസം നിങ്ങൾക്ക് 100, 200 ഒക്കെ ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഒരു 500 എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റില് ഇപ്പൊ കേരളത്തിലെ പരമ്പരാഗതമായ ഭക്ഷണത്തെ കുറിച്ച് എനിക്ക് 500 ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാം. അത്രയും ഡോക്യുമെന്റുകൾ കാണുമെന്നുള്ള കാര്യമാണ് പ്രശ്നം. യൂട്യൂബ് ചാനൽ വലിയ കമ്പനികൾ ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ കൊണ്ട് ഇത് പഠിക്കുകയാണ് 500. അല്ല, അപ്പൊ ഓരോ ഡോക്യുമെന്റ് എടുക്കുമ്പോഴും അഗെയിൻ 50 നമുക്ക് എടുക്കാം. അതെ, അങ്ങനെയാ പറയാം. അതെ, ഓരോ ടാസ്കിനും 50 എടുക്കാം. അതിന് ടൈമും ഡേറ്റും ഒന്നും ഇല്ല. ജസ്റ്റ് പ്രോജക്ട് എന്നുള്ളതേ ഉള്ളൂ, ഒരു ടാസ്ക് എന്നുള്ളതേ ഉള്ളൂ. ഇത് അതുപോലെ മറ്റേ ടൂള് പോലെ ഇത് നമ്മളുടെ വേറൊരാൾക്ക് പോലെ കിട്ടൂലല്ലോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, അത് ഒന്ന് ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മൾ സാധാരണ ഒരു AI-യില് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് തരുന്നത് ആ AI പഠിച്ചു വെച്ചിട്ടുള്ള ഡോക്യുമെന്റുകളിൽ നിന്നും അത് പഠിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങളിൽ നിന്നുമാണ്. അതോ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഇൻഫർമേഷനുകളിൽ നിന്നാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഓക്കെ, നോട്ട്ബുക്ക് MLന്റെ സവിശേഷത നമ്മളുടെ കയ്യിലുള്ള സ്വകാര്യ വിവരങ്ങളെ മാത്രം, നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മാത്രമേ ഈ കാര്യങ്ങൾ അത് പ്രോസസ് ചെയ്യുള്ളൂ. നമ്മളിപ്പോ കേട്ടതെന്ന് പറയുന്നത് ഞാൻ 3 ഫയലുകൾ മാത്രം അപ്ലോഡ് ചെയ്തു. നിങ്ങൾ അവിടെ അവിടെ പറഞ്ഞ കാര്യങ്ങളല്ല ഈ 3 ഫയലുകളിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ 3 ഫയലുകളിൽ മാത്രമുള്ള അതിനകത്തുള്ള 3 ഫയലുകളും വസ്തുതാവിരുദ്ധമായ ഫയലുകളാണെങ്കിൽ ആ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളായിരിക്കും അവിടെ ജനറേറ്റ് ചെയ്തു തരുന്നത്. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളെ ആസ്പദമാക്കി കാര്യങ്ങൾ ചെയ്തു തരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ആതന്റിക് ആയിട്ടുള്ള ഒരു റിസർച്ചർ ആണെങ്കിൽ, ഗവേഷകയാണെങ്കിൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ ആദ്യം അത് ആതന്റിക് ഫയലുകളാണ് എന്ന് ഉറപ്പാക്കുക. ഓക്കെ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ അത് കൃത്യമായിട്ട് ഔദ്യോഗിക സോഴ്സുകളോ അല്ലെങ്കിൽ ആധികാരികമോ ആയ ഫയലുകളാണ്. അതൊക്കെ നമ്മുടേതായ കാര്യങ്ങളാണ്, ഉറപ്പാക്കുക. നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന, നമുക്ക് ലിങ്കുകൾ കൊടുക്കാൻ പറ്റും. യൂട്യൂബ്, നിങ്ങൾ കൊടുക്കുന്ന യൂട്യൂബ് ഏത് അണ്ടനും അടവോടനും ഒക്കെ യൂട്യൂബ് ചാനലുകളുണ്ട്. അവരെല്ലാം ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെയുള്ള പല പരിപാടികൾ ഇതിനകത്തുണ്ട് ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. ആ ചാനലുകളുടെ ലിങ്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ പറയുന്ന മണ്ടത്തരവും വിട്ടിത്തരവും ഒക്കെ ഏതിനകത്ത് വരും, നമുക്ക് ജനറേറ്റ് ചെയ്തു തരുന്ന സാധനത്തിൽ കിട്ടും. അപ്പൊ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സോഴ്സ്, ആ സോഴ്സ് നമ്മൾ ആലോചിച്ച് സെലക്ട് ചെയ്ത് ഇതിനകത്ത് കൊടുക്കുക. യൂട്യൂബ് വെബ്സൈറ്റ് ആയാലും അതുപോലെ തന്നെ ആതന്റിക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഔദ്യോഗികമായ വെബ്സൈറ്റുകളെ, അത് ഇൻഫർമേഷൻ നമ്മൾ ഏത് കൊടുക്കണോ അത് നമ്മുടേതായ ഇതാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ഒരു സംശയം കൂടെ, നമ്മൾ ആതന്റിക് ആയിട്ട് എടുത്ത് ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് അത് എടുക്കാൻ പറ്റൂലല്ലോ, മറ്റേലൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിന്റെ ഇത് നിങ്ങൾക്കാണ്. നമ്മളിപ്പോ ഇവിടെ ചെയ്ത് കിട്ടിയ MP3 കിട്ടിയ സാധനം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്, നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ്. AI ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുന്ന ആളിന്റെ സ്വകാര്യ അവകാശമാണ് അത്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? എല്ലാവരും ആക്റ്റീവായി, സന്തോഷം. ഇന്നത്തെ ക്ലാസ് വളരെ ഗംഭീരമായിരുന്നു സാറേ. വളരെ പ്രയോജനകരമായ ഒരു ടൂളാണ് ഇന്ന് കിട്ടിയത്. അതായത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഒന്നല്ലെങ്കിൽ ആരെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാവാം, അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഔദ്യോഗിക മേഖലയിലുള്ളവർ, ഏത് മേഖലയിലുള്ളവർക്ക് പോലും ഇന്നത്തെ ഈ ടൂള് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഇതാണ്. ഒത്തിരി നന്ദി സാർ, ഒത്തിരി നന്ദി. ഒരുപാട് താങ്ക് യു സാർ, താങ്ക് യു.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, പറയാനുണ്ടോ? ആരെങ്കിലും സാറേ ഫയൽ കൊടുക്കാതെ പിന്നെ ഓരോരുത്തരായിട്ട് ഹലോ കേൾക്കുന്നുണ്ടോ സാറേ? പറയൂ. സാറേ ഫയല് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാതെ നമ്മൾ അത് തന്നെ നമുക്കിപ്പോ ഒരു റൈറ്ററെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് വേണം, അതിനോട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അത് തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിന് നമുക്ക് ഇതിന് പോകണ്ടല്ലോ, നമുക്ക് ജെമിനിയിലോ ChatGPT-യിലോ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുമല്ലോ. അല്ല ഇതിലും കിട്ടുമോന്ന്? ഇതിന് കിട്ടില്ല. ഇതിന് നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ സ്വകാര്യമായ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റുകൾ വെച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് നമുക്ക് ഒരുപാട് സാധ്യതകൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഫയലുകളില്ല, ഫയലുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ ChatGPT-യോടോ ജെമിനിയോടോ ഒക്കെ ചോദിക്കാം. കേരളത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ മെറ്റയോടോ ഒക്കെ ചോദിക്കാം. ഭക്ഷണ രീതികളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് മേഖലയെ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ 10 PDF ഫയലുകളുടെ ലിങ്ക് കണ്ടെത്തി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടെത്തി തരും. അത് വെച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടി. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഗൂഗിളിൽ AI മോഡിൽ പോയി ലിങ്കുകൾ അന്വേഷിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ശ്യാമകുമാരിയം ഇടയ്ക്കെന്തോ ചോദിച്ചല്ലോ. അല്ല, ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും കൂടുതൽ ഇൻട്രസ്റ്റിംഗും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അടുത്തതിന് വേണ്ടി വെയിറ്റിംഗ് ഈഗർലി. അടുത്ത ഇതിലും ഗംഭീരം സാറ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ പങ്കേഷ് സാർ ആരെങ്കിലും ഉണ്ടോ അവിടെ? സാർ ഇല്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? രാംകിരൺ. ഓക്കെ ഓക്കെ സാർ. രാംകിരൺ ഉണ്ടോ?